വിശദമായ വാർത്തകളിലേക്ക് വരാം. മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള എംപിമാരുടെ പ്രതിഷേധം. പാർലമെന്റ് കവാടത്തിന് മുന്നിൽ പ്രിയങ്ക ഗാന്ധി അടക്കം എംപിമാർ പ്രതിഷേധിച്ചു. കേരളത്തിന് നീതി ഉറപ്പാക്കണമെന്ന മുദ്രാവാക്യം വിളിച്ചായിരുന്നു പ്രതിഷേധം. Kerala is part of India. 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 Kerala wants justice. Kerala wants justice. Kerala wants justice. Justice, justice. We want 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 to everybody declare that this calamity of a severe nature. Now, similar large-scale destruction took place in Himachal Pradesh and the Congress government is in government there as well. They have been demanding for the longest time that the centre helps and gives the assistance that's required for those people. Here in Wayanad, the whole country has seen the devastation and the pain and the suffering of the people. And yet, just because of politics, in both cases, the central government is refusing to do what is due to. കേന്ദ്ര സർക്കാർ കേരളത്തോട് ചെയ്യുന്നത് അനീതിയാണെന്ന് കെ രാധാകൃഷ്ണൻ എം പിയും പറഞ്ഞു. സഹായിക്കുന്നതിനു പകരം കേന്ദ്രം മുൻകാലത്തെ ചെലവ് കൂടി ചോദിച്ച് അപമാനിക്കുകയാണെന്നാണ് രാധാകൃഷ്ണൻ കുറ്റപ്പെടുത്തി. ദുരന്തം നേരിടുന്ന സന്ദർഭത്തിൽ ദുരന്തബാധിതരെ അല്ലെങ്കിൽ ആ സംസ്ഥാനത്തെ സഹായിക്കുന്നതിന് പകരമായിട്ട് മുൻകാലങ്ങളിൽ ഉണ്ടായ ചെലവുകൾ ഇപ്പോൾ വഹിക്കണമെന്നുള്ള ഒരു തീരുമാനമാണ് കേന്ദ്ര ഗവൺമെൻറ് എടുത്തിരിക്കുന്നത്. അത് കേരളത്തിലെ 3.5 കോടി മലയാളികളെയും അപമാനിക്കുന്നതിന് തുല്യമാണ്. കേരളത്തോട് ഞങ്ങൾ കാണിക്കുന്ന ഈ അനീതി അത് ന്യായീകരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ 132 കോടി രൂപ എയർഫോഴ്സിൻ്റെ വാഹനങ്ങൾ ഉപയോഗിച്ചതിന് തിരിച്ചു ചോദിക്കുന്ന സ്ഥിതി. അപ്പോൾ കേരളത്തെ സഹായിക്കുന്നില്ല എന്ന് മാത്രമല്ല, കേരളത്തെ അപമാനിക്കുകയാണ്. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായുണ്ട്. നോബിൾ, ഇപ്പോൾ രക്ഷാദൗത്യത്തിന് കൂലി ചോദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പ്രളയകാലത്തേതിന് സമാനമായി അന്നത്തെ കണക്ക് കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ വയനാട് ചുരൽമല മുണ്ടക്കൈ ദുരന്തത്തിന്റെ കണക്ക് ചോദിച്ചിരിക്കുന്നത്, ഹെലികോപ്റ്റർ വാടകയടക്കം. എന്താണ് ഇനി എംപിമാരുടെ നീക്കം? കേരളത്തിലുള്ള എംപിമാർ ഒറ്റക്കെട്ടായി നിന്നുള്ള പ്രതിഷേധം കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ഇനി അടുത്ത നടപടി? സ്മൃതി, വയനാട് വിഷയത്തിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് കേരളം ആവശ്യപ്പെട്ട സഹായങ്ങൾ ഒന്നും കിട്ടിയില്ല എന്ന് മാത്രമല്ല, മറിച്ച് പല വിഷയങ്ങളും, പ്രത്യേകിച്ച് ഈ വ്യോമസേനയുടെ അടക്കം ഹെലികോപ്റ്ററുകൾ അടക്കം വന്നതിന്റെ അടക്കം പൈസ തിരിച്ചു ചോദിക്കുകയും കൂടി ചെയ്ത സാഹചര്യം ഉണ്ട്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ പാർലമെന്റ് കവാടത്തിൽ കേരളത്തിലുള്ള മുഴുവൻ എംപിമാരും, അതായത് കോൺഗ്രസിന്റെയും ലീഗിന്റെയും CPM-ന്റെയും CPI-യുടെയും ഒക്കെ എല്ലാ എംപിമാരും ചേർത്തുകൊണ്ട് ശക്തമായ പ്രതിഷേധം ഇന്നിപ്പോൾ പാർലമെന്റ് കവാടത്തിൽ നടത്തിയത്. പ്രധാനമായും കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കെതിരെ പ്രിയങ്കാന്തി അടക്കം, വയനാട്ടിലെ MP പ്രിയങ്കാന്തി അടക്കം ഇന്നത്തെ പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നു. ഈ അവഗണന അനുവദിക്കാൻ കഴിയില്ല, അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് കേരള എംപിമാർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ച കണ്ടത്. ജോൺ പിട്ടാസ് അടക്കമുള്ളവർ മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുകയും KC വേണുഗോപാൽ അടക്കമുള്ളവർ അത് വിളിക്കുകയും ചെയ്യുന്ന ഒരു അപൂർവ കാഴ്ച എന്താണെങ്കിലും ഇന്ന് പാർലമെന്റ് കവാടത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്താണെങ്കിലും വയനാടിന്റെ വിഷയത്തിൽ കേരളം ഒറ്റക്കെട്ടാണ് എന്ന സന്ദേശം കൂടി നൽകുകയാണ് ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എംപിമാർ പാർലമെന്റ് കവാടത്തിൽ നടത്തിയ പ്രതിഷേധത്തിലൂടെ വ്യക്തമാക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇന്നിപ്പോൾ കെ രാധാകൃഷ്ണൻ അടക്കം വ്യക്തമാക്കിയത് കേരളത്തെ അപമാനിക്കുന്ന നിലപാടാണ് നിലവിൽ കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ജൂലൈയിൽ ദുരന്തം ഉണ്ടായി 5 മാസം പിന്നിടുമ്പോഴും ഇപ്പോഴും ഇതിൽ കൃത്യമായ രീതിയിൽ പണം നൽകുവാനോ, അല്ലെങ്കിൽ കേരളം ആവശ്യപ്പെട്ട 2000-ലധികം കോടി രൂപ നൽകുവാനോ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ബാക്കി നടപടികളിലേക്ക് കടക്കുവാനോ കേന്ദ്രം കടന്നിട്ടില്ല. പണം നൽകുന്നുമില്ല, ഉള്ള പണം തിരിച്ചു ചോദിക്കുന്നു എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ചുള്ള പ്രതിസന്ധി. ഇതിലിപ്പോൾ കേന്ദ്രം അനുകൂല നിലപാടെടുക്കാതെ വേറെ വഴിയില്ല എന്നൊരു സാഹചര്യം കൂടി കേരളത്തെ സംബന്ധിച്ചുണ്ട്. അങ്ങനെ ഒരു നിസ്സഹായ അവസ്ഥയുണ്ട്. അതിലിപ്പോൾ ഇനിയിപ്പോൾ SDRF-ൽ നിന്ന് പണം എടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോഴുള്ള പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുമെന്നുള്ള സാഹചര്യം കൂടിയുണ്ട്. ഒന്ന് പ്രിയങ്ക ഗാന്ധിയുടെ പ്രതികരണം കണ്ട ശേഷം വീണ്ടും വരാം നോബിൾ. That the government is refusing to give a special package to Wayanad. We have requested, we have gone to the Home Minister, we have written to the Prime Minister, we have gone to everybody possible to declare that this is a calamity of a severe nature and to give a special package. Now, similar large-scale destruction took place in Himachal Pradesh and the Congress government is in government there, as you know. They have been demanding for the longest time that the centre helps and gives the assistance that's required for those victims.
Here in Wayanad, the whole country has seen the devastation and the pain and the suffering of people. And yet, just because of politics, in both cases, the central government is refusing to do what is due to the victims. It is their due. They are citizens of India. There should be no discrimination at times of natural disasters, at times of pain, at times of suffering of any kind. That is a time when central government, Prime Minister are supposed to behave like custodians of every Indian citizen's life and every Indian citizen's livelihood. That is a time when they are supposed to set politics aside and give the assistance required. We are actually deeply disappointed because we expected that at least highlighting this issue, going to them, explaining the kind of pain and suffering which frankly they themselves have seen. പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കുന്ന നടപടിയാണ്. 132.62 കോടിയാണ് എയർലിഫ്റ്റിന് കേന്ദ്രം ഇപ്പോൾ കേരളത്തോട് ചോദിച്ചിരിക്കുന്നത്. കേന്ദ്ര സഹായം വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ പ്രത്യേക സഹായം കേരളം ആവർത്തിച്ച് ചോദിക്കുന്നതിനിടയിലാണ് തന്ന സേവനത്തിലുള്ള പണം തിരികെ ചോദിക്കുന്ന നടപടി കേന്ദ്രത്തിൽ നിന്നുണ്ടായിരിക്കുന്നത്. നോബിൾ, ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് എന്തെങ്കിലും പുതിയ പ്രതികരണമുണ്ടോ ഇപ്പോൾ ഈ വാടക ചോദിക്കുന്ന കാര്യത്തിൽ? സ്മൃതി, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിന് ചില വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് എല്ലാ കാലത്തും ഇത്തരത്തിൽ ദുരന്തങ്ങൾ വരുമ്പോൾ വ്യോമസേനയുടെ അടക്കം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട തുക തിരിച്ചു ചോദിക്കുന്ന സാഹചര്യമുണ്ട്. മുൻപും കേരളത്തോട് സമാനമായി തന്നെ ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ ഈ തുക മേടിച്ചിട്ടുണ്ട് എന്നാണ് കേന്ദ്രം ഇതിലൊരു ശരി നോബിൾ, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വന്നുകൊണ്ടാണ് കൂടുതൽ പ്രതികരണങ്ങൾ അടുത്ത മണിക്കൂർ പ്രതീക്ഷിക്കുന്നു. തൃശൂർ